പ്രിയ സുഹൃത്തുക്കളെ, ഇതൊരു കഥയാണ്. ഇതിലെ രണ്ട് നായന്മാരും നമ്മുടെ പയറാണ്. ഇത് ഞാൻ 2 ടൈപ്പ് പയർ വാങ്ങിയതാണ്. അതായത് മുകളിൽ കാണുന്നത് പ്രീമിയം പയർ എന്ന് പറയും. ഇതിൻ്റെ വില മാർക്കറ്റിൽ 150 രൂപയാണ്. രണ്ടാമത്തത് സാധാരണ സപ്ലൈകോയിൽ കിട്ടുന്ന പയർ. ഇതിൻ്റെ യഥാർത്ഥ വില 105, സബ്സിഡിയിൽ ഇത് കാർഡുള്ളവർക്ക് 83 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. ഇത് ചോദ്യം ഇതാണ്: ഈ സബ്സിഡി കൊടുക്കുന്ന പയർ എന്തുകൊണ്ടാണ് പെട്ടെന്ന് വേകാത്തത്? രണ്ടാമതായി, പ്രീമിയം പയറെന്ന് പറഞ്ഞു കൊടുക്കുന്നത് കറുത്തിരിക്കുകയും ഈ സപ്ലൈയിൽ നിന്ന് കൊടുക്കുന്നത് പച്ച കളർ മൈക്രോസ്കോപ്പ് വെച്ച് നോക്കേണ്ടതുമാണ്. ഈ പയർ എന്ന് പറയുന്ന സാധനം മലയാളികൾക്ക് അല്ലെങ്കിൽ കേരളീയ സമൂഹത്തിന് അത്യന്താപേക്ഷിതമായ ഒരു വിഭവം എന്നിരിക്കെ 68 വർഷമായി ഇടത് വലത് മുന്നണികൾ ഇവിടെ മാറി മാറി ഭരിച്ചിട്ട്, അതായത് 30 വർഷം കോൺഗ്രസും 30 വർഷം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഭരിച്ചിട്ട് ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ പറയാതെ, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അരിയും പയറും തുടങ്ങിയ വിഭവങ്ങൾ പണക്കാരനും പാവപ്പെട്ടവനും എന്ന നിലയിൽ വേർതിരിച്ചു കൊടുക്കുന്നത്? യഥാർത്ഥത്തിൽ ഇത് ആരും കാണുന്നില്ലേ? ആർക്കും ഒരു പ്രശ്നമല്ലേ?